ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ നോയമ്പുകാലം ആയതുകൊണ്ട് ഓരോ ദിവസം ഓരോ നിയോഗങ്ങളാണ് വെക്കുന്നത്. ഇന്നത്തെ നിയോഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും വേണ്ടി അവരുടെ മനസ്സിന്, അതായത് മറ്റുള്ള മക്കളെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്, മറ്റുള്ളവരുടെ മുൻപിൽ അവഹേളിക്കപ്പെടുമ്പോൾ, കുത്തുവാക്കുകൾ പറയുമ്പോഴുള്ള ആ വിഷമങ്ങൾ, അതൊക്കെ ദൈവത്തിന്റെ പാതാന്തികത്തിൽ നമ്മൾ അവരെ എല്ലാം സമർപ്പിക്കുവാണ്. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം ഇത് ഞങ്ങളുടെ ഒരു നിയോഗമായിട്ട്, ഞങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി ഇങ്ങനൊരു ജീവിതം ജീവിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേരെ എനിക്ക് അറിയാം, മക്കളില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി പേരെ അറിയാം, അവരുടെ മാനസികാവസ്ഥ അറിയാം. അതുകൊണ്ട് ഞാൻ അതും കൂടെ നിയോഗം വെക്കുവാണ്. അങ്ങ് മനസ്സാകുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ നമുക്ക് നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. പിന്നെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനഭാഗം 32-ാം അധ്യായമാണ്, ഉൽപ്പത്തി. പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമീകരിക്കണമേ. ഞങ്ങൾ വായിക്കുന്ന വചനഭാഗം ഞങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നതിനും അത് വീണ്ടും ഓർമ്മയിൽ ഇരിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അറിവിന്റെ നിറകുടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് അറിവ് തന്നവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഉൽപ്പത്തി 32-ാം അധ്യായം. യാക്കോബ് തിരിച്ചു വരുന്നു. യാക്കോബ് യാത്ര തുടർന്നു. ദൈവത്തിന്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സൈന്യമാണ്. ആ സ്ഥലത്തിനെ അവൻ മഹാനയീം എന്ന് പേരിട്ടു. യാക്കോബെ ഏദോം നാട്ടിൽ സെയിർ ദേശത്ത് പാർത്തിരുന്ന സഹോദരനായ ഏസാവിന്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു. അവൻ അവരെ ചുമതലപ്പെടുത്തി, എന്റെ യജമാനനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു, ഇതുവരെ ഞാൻ ലാബാന്റെ കൂടെ പാർക്കുകയായിരുന്നു. എനിക്കും കാളകളും കഴുതകളും ആടുകളും വേലക്കാരികളുമുണ്ട്. അങ്ങയ്ക്ക് എന്നോട് ദയ തോന്നണം. അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് ആളയച്ച് പറയുന്നത്. ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ ഏസാവിന്റെ അടുക്കൽ ചെന്നു. അവൻ 400 ആളുകളെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട്. യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി. തന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ 2 ഗണമായി തിരിച്ചു. ഏസാവ് വന്ന ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നവൻ ചിന്തിച്ചു. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമേ, നിന്റെ നാട്ടിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോവുക. ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്നെ അരുളി ചെയ്ത കർത്താവേ, അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ യോർദാൻ കടന്നത്. ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സഹോദരനായ ഏസാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിനക്ക് നന്മ ചെയ്ത് നിന്റെ സന്തതികളെ കടത്തീരത്തെ മണത്തരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് രാത്രി അവൻ അവിടെ താവളമടിച്ചു. തന്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ ഏസാവിനെ ഒരു സമ്മാനമൊരുക്കി. 200 പെൺകോലാടും 20 ആൺകോലാടും, 200 പെണ്ണാടും, 20 മുട്ടാടും, കറവയുള്ള 30 ഒട്ടകം, അവയുടെ കിടാക്കൾ, 40 പശു, 10 കാള, 20 പെൺകഴുത, 10 ആൺകഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി. ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തന്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് പറഞ്ഞു, എനിക്ക് മുൻപേ പോവുക. കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം. ഏറ്റവും മുൻപേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി,
എന്റെ സഹോദരൻ ഏസാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണോ, നിങ്ങൾ എവിടെ പോകുന്നു, ഇതൊക്കെ ആരുടേതാണ് എന്ന് ചോദിക്കും. നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം: ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിന്റേതാണ്. യജമാനായ ഏസാവിനുള്ള ഉപകാരമാണിത്. അവൻ ഞങ്ങളുടെ പിന്നാലെയുണ്ട്. രണ്ടാമിനെയും മൂന്നാമിനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇത് തന്നെ പറഞ്ഞേൽപ്പിച്ചു. ഏസാവിനെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് തന്നെ പറയണം: അങ്ങയുടെ ദാസനായ യാക്കോബ് തൊട്ടുപുറകെയുണ്ട് എന്നും പറയണം. അവർ ഇപ്രകാരം ചിന്തിച്ചു: ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന സമ്മാനം കൊണ്ട് എനിക്ക് അവനെ പ്രീതിപ്പെടുത്താനാവും. അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും. അവൻ എന്നെ സ്വീകരിച്ചേക്കും. അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്ന് രാത്രി കൂടാരത്തിൽ തന്നെ. യാക്കോബിന്റെ മൽപ്പിടുത്തം. ആ രാത്രി തന്നെ യാക്കോബ് തന്റെ 2 ഭാര്യമാരെയും 2 പരിചാരികമാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴയ്ക്കക്കരെ കടത്തിവിട്ടു. തന്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്നും തെറ്റി. അവൻ പറഞ്ഞു: നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു: എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു: നിന്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു: ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു: അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എന്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്കു നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയത് കൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല. കർത്താവിന്റെ വചനം.